തലേദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ച കടലയാണ്. ഏകദേശം ഒരു 6-8 മണിക്കൂർ വെള്ളത്തിൽ ഓവർനൈറ്റ് കുതിർത്ത് വെക്കണം. അടുത്തതായി ഒരു പ്രഷർ പാനിലേക്ക് കഴുകി വൃത്തിയാക്കിയ കടല ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ഒരു 5-6 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. പ്രഷർ പാൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കടല നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായി ഒരു ചൂടുള്ള പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഞാനിവിടെ ഒഴിക്കുന്നത്. ഒരു സവാള അരിഞ്ഞത് 1/4 ഭാഗം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 2 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് പച്ചമുളകും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ചേർക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പിൻ്റെ പകരം തേങ്ങാക്കൊത്തും ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് മൂപ്പ് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായി ഒന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ചൂടൊക്കെ നല്ലോണം ആറിയതിന് ശേഷം ഇത് ഒരു മിക്സി ജാറിലേക്ക് മാറ്റി കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജീരകം ഒന്ന് കളർ മാറുമ്പോൾ നമുക്ക് ബാക്കി വരുന്ന ആ ഒരു ഉള്ളിയുടെ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. കളറൊക്കെ ഒന്ന് ചെറുതായി മാറി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു മസാലയായി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ, ഗരം മസാല, പെരുംജീരകപ്പൊടി ഇതൊക്കെ ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ പച്ച മണം പോകുന്നവരെ നന്നായി ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാതും മസാലകൾ ചേരുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ മസാലകളൊന്ന് മൂത്ത് വരുമ്പോൾ 3 ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ പിടിച്ച ആ മസാലകളൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ച ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കി വരുന്ന പേസ്റ്റിൽ 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് ഈ ഒരു കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം നല്ലോണം ഒന്ന് യോജിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ. ഈ കൂട്ടിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കളറിന് വേണ്ടിയിട്ട് കശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. അപ്പോൾ ഗ്രേവിയൊക്കെ ഒന്ന് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച വെള്ളക്കടല ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഗ്രേവി ഒന്നും കൂടി ഒന്ന് 2 മിനിറ്റ് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം കരിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കരിവേപ്പിലയോ മല്ലിയിലൊക്കെ ചേർക്കാവുന്നതാണ്. ഇനി ഗ്യാസ് സ്വിച്ച് ഓഫ് ചെയ്യാം. നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കറി തണുക്കുന്നതനുസരിച്ച് കട്ടി കൂടും. അപ്പോൾ കൂടുതൽ 1/2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചത്. അതിൻ്റെ പകരം 1 ഗ്ലാസ് വെള്ളം കൂടി ചേർക്കാം. അപ്പോൾ കറി നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന
ഒരു വെള്ളക്കടലയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം.